ബീഹാർ തെരഞ്ഞെടുപ്പ് ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുകയാണ്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് 7-ാം തീയതിയാണ്. അപ്പോൾ അതിനിപ്പോൾ 2 ദിവസത്തിനകത്ത് അതിൻ്റെ ഇത് കഴിയും. ഈ പരസ്യമായ പ്രചരണത്തിൻ്റെ ദിവസം കഴിയും. അത് കഴിഞ്ഞ് 9-ാം തീയതി അടുത്ത ഫേസിൽ തിരഞ്ഞെടുപ്പുണ്ട്. അത് 7-ാം തീയതിയോടുകൂടി കഴിയും. അങ്ങനെ വളരെ വലിയ 14-ാം തീയതി റിസൾട്ട് വരുന്നു. പക്ഷേ ഇതിനിടയിൽ BJPയും NDA സഖ്യത്തിന് സന്തോഷം നൽകുന്നതും എന്നാൽ എതിർ ക്യാമ്പിന് തേജസ്വി യാദവിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും ക്യാമ്പിന് നിരാശ നൽകുന്നതുമായ ചില പഠനങ്ങൾ അല്ലെങ്കിൽ എക്സിറ്റ് പോളുകൾ പുറത്തു വരുന്നുണ്ട്. അതായത് നമ്മുടെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ളതല്ല, പ്രീപോളായിട്ടുള്ള പ്രവചനങ്ങൾ വരുന്നുണ്ട്. ആ പ്രവചനങ്ങൾ മിക്കവാറും എല്ലാ പ്രവചനങ്ങളിലും സർവേകളും ഒരു അപ്പർ ഹാൻഡ് കാണിക്കുന്നത് നിതീഷ് കുമാറിനും BJPക്കുമാണ്. പക്ഷേ ഭാരതത്തിൽ ഈ പറഞ്ഞതുപോലെ എല്ലാ കാലത്തും അപ്പർ ഹാൻഡ് പറയുന്ന അനുസരിച്ച് ഇപ്പോൾ ന്യൂസ് നൗ ആയാലും JCV ആയാലും ഏത് ചാനൽ പറയുന്ന അതുപോലെ വന്നിട്ടൊന്നുമില്ല. എത്രയോ പ്രാവശ്യം മാറി വന്നിട്ടുണ്ട്. BJPക്ക് അബ്സല്യൂട്ട് മെജോറിറ്റി പ്രഖ്യാപിച്ച സമയത്ത് വന്നില്ല. UPയിൽ BJPക്ക് അയോധ്യ അടക്കമുള്ള സ്ഥലത്തേക്ക് BJPക്ക് വലിയ വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. കേരളത്തിൽ UDFും LDFും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് LDF സീറ്റ് പിടിക്കും, 5-6 സീറ്റ് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. അപ്പോൾ അത്ഭുതങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. കാരണം ജനങ്ങളെ കയ്യിലാണ് വോട്ടിരിക്കുന്നത്. എന്തായാലും ലാലു പ്രസാദ് യാദവിനെ എൻ്റെ ഫോട്ടോയും മറ്റുമൊക്കെ വെച്ച് പോസ്റ്റർ അടിച്ചത് തിരിച്ചടിയായിട്ടുണ്ടോ എന്ന് തേജസ്വി യാദവിൻ്റെ ക്യാമ്പ് ഇപ്പോൾ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം ആളുകൾ ഇതൊന്നും മനസ്സിലാക്കാൻ മറന്നു പോകാൻ സാധ്യത. കാരണം ഒരു ചെറുപ്പക്കാരായിട്ടുള്ള ഇപ്പോൾ തേജസ്വി യാദവിൻ്റെ പ്രായമുള്ള ചെറുപ്പക്കാർ ചിലപ്പോൾ ഒരുപക്ഷെ ലാലു പ്രസാദിൻ്റെ കുത്തിത്തിരിപ്പും പരിപാടികളൊന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ലാലു പ്രസാദിൻ്റെ കാലത്തുണ്ടായ കാലിത്തീറ്റ കുംഭകോണവും അദ്ദേഹം ജയിലിൽ കിടന്നതും ആ ഒരു പഴയ രാഷ്ട്രീയവും ബീഹാറിലെ ലാലു പ്രസാദിൻ്റെ പാർട്ടിയെ ജനങ്ങൾ പിറങ്കാലുകൊണ്ട് അടിച്ച ആ ഒരു കഥയുമൊക്കെ അവിടുത്തെ ഒരു മധ്യവയസ്സ് കഴിഞ്ഞവർക്ക് ഇതൊക്കെ അറിയാൻ പറ്റും. പക്ഷേ അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് അവർ മക്കളോട് പറയുകയും തിരിച്ചു ചെയ്യും, ഇവർ കള്ളൻ്റെ മകനാണവൻ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തിരിച്ചടിയായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ അവിടെ ജാതിയുടെ ഒരു പ്രശ്നമുണ്ട്. തേജസ്വി യാദവ് വേറൊരു വിഭാഗമാണ്, മറ്റൊരാൾ വേറെ വിഭാഗമാണ്. അപ്പോൾ ജാതിയുടെ പ്രശ്നമുണ്ട്, മതത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസ്സിന് വിചാരിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഈ സർവേകൾ പറയുന്നത്. അപ്പോഴും ഞാനൊക്കെ വിശ്വസിക്കുന്നത് ചിലപ്പോൾ ഒരു അട്ടിമറി നടന്നുകൂടാകില്ല. കാരണം അത്രമാത്രം ഹൈപ്പാണ് രാഹുൽ ഗാന്ധി അവിടെ ബീഹാറിൽ ചെയ്തത്. വലിയ വോട്ട് ചോർന്നുള്ള നിലയിൽ കള്ള വോട്ട് നടന്നു എന്നുള്ള, അല്ലെങ്കിൽ കള്ള വോട്ട് ചേർത്തിട്ടുണ്ട്, വോട്ടേഴ്സ് ലിസ്റ്റിൽ തിരിമറിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണമാണ് രാഹുൽ ഗാന്ധിക്ക് അവിടെ അഴിച്ചുവിടാൻ കഴിഞ്ഞു. അതിൽ തേജസ്വി യാദവും ഈ മഹാഗണബന്ധൻ എന്ന് പറയുന്ന വിശാല സഖ്യത്തിലുള്ള മഹാസഖ്യത്തിലുള്ള ഒരുപാട് പേർ അതിനകത്ത് പങ്കെടുക്കുകയും വലിയ ഹൈപ്പ് ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഈ വലിയ ഹൈപ്പ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിൻ്റെ സാധ്യത വോട്ടായി വരുമോ എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. പക്ഷേ വോട്ടായി വരാനുള്ള സാധ്യത കുറഞ്ഞു വരുന്നു. ആദ്യത്തെ ഗ്രാഫ് നിതീഷ് കുമാറിനും BJPക്കുമായിരുന്നു റൈസിൽ നിന്നതെങ്കിൽ പിന്നെ വളരെ പെട്ടെന്നാണ് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതോടുകൂടി തേജസ്വി യാദവിൻ്റെ ഗ്രാഫ് ഉയരുകയും അത് വളരെ വലിയ തോതിൽ ബീഹാറിൽ വലിയ ചർച്ച വരികയും ചെയ്തു. പക്ഷേ അത് വീണ്ടും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. BJPയും NDA നമ്മുടെ സഖ്യം, അതായത് നിതീഷ് കുമാർ NDA സഖ്യം ഇപ്പോൾ വീണ്ടും അപ്പർ ഹാൻഡിലേക്ക് കയറിയിരിക്കുന്നു. പക്ഷേ ഇനിയും 3-4 ദിവസമുണ്ട്. രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കാം എന്നുള്ളതാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. കാരണം ആളുകളുടെ കയ്യിലാണ് വോട്ടിരിക്കുന്നത്. 2 പ്രാവശ്യം അവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിനോട് ആൻറ്റി ഇൻകംബൻസ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അതുകൂടി കൊണ്ടാണോ ഈ നമ്മുടെ അമിത്ഷാ ഇതൊക്കെ മനസ്സിലാക്കി ഈ സർവേ റിപ്പോർട്ടുകളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണോ സീതയ്ക്ക് ക്ഷേത്രം പണിയാമെന്നൊക്കെ പറഞ്ഞതെന്ന് നമുക്കറിയില്ല. കാരണം അതുവരെ ഇല്ലാതിരുന്നൊരു സീതാക്ഷേത്രം പെട്ടെന്ന് കയറി വരികയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ ഒരു മതവികാരത്തെ ഹിന്ദുവിൻ്റെ, അല്ലെങ്കിൽ ഇപ്പുറത്തെ അയോധ്യയിൽ രാമൻ, ബീഹാറിൽ സീത എന്ന് പറയുന്ന വേറൊരു ചിന്ത വളർത്തിയെടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഗുജറാത്തിൽ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ബിസിനസ്സും അത് നൽകുന്ന സാധ്യതകളും തൊഴിലും ഒക്കെ വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ജനങ്ങൾ, കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അയോധ്യയിലും അങ്ങനെ കിട്ടുന്നു. അതുപോലെ സീതാക്ഷേത്രം വന്നാൽ സ്വാഭാവികമായിട്ട് ബീഹാറിൻ്റെ പേര് ഇന്ത്യയിലെ സ്പിരിച്വൽ ഭൂപടത്തിലും അതുപോലെ തന്നെ ടൂറിസ്റ്റ് ഭൂപടത്തിലും പേരെടുക്കുമെന്നുള്ള കാര്യം വളരെ കൃത്യമായി ബീഹാറുകാർക്ക് അറിയാം. അതൊക്കെ വച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത്. അതെല്ലാം കൂടി BJPക്ക് ഒരു ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ സർവേകൾ പുറത്തു വരുന്നത്. അപ്പോഴും നെക്ക് ടു നെക്കാണ്, ഫോട്ടോ ഫിനിഷിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്നേ കാണാൻ പറയാൻ പറ്റൂ. എന്തായാലും ഇനിയും 3-4 ദിവസം കൂടെ ഉണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ 5-ാം തീയതി വരെ 2 ദിവസം കൂടെ ഉണ്ട്. പരസ്യപ്രചരണം തീരാൻ പിന്നെ തെരഞ്ഞെടുപ്പിന് 2-4 ദിവസം കൂടെ ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ 2-ാം ഘട്ടത്തിനുണ്ട്. ഇത് 2-ാം ഘട്ടവും കൂടെ കഴിഞ്ഞ് റിസൾട്ട് വരുന്നത് 14-ാം തീയതി. അപ്പോൾ 14-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ഏകദേശം ഈ സമയമൊക്കെ ആകുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് EVM ആയതുകൊണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആയതുകൊണ്ട് 14-ാം തീയതി ഉച്ചയോടുകൂടിയൊക്കെ
10 മണിക്കൊക്കെ ട്രെൻഡ് അറിയാൻ പറ്റും. 12-1 മണിയോടുകൂടി ബീഹാർ ആര് ഭരിക്കും. പക്ഷേ ബീഹാറിൽ ഭരണം നഷ്ടപ്പെട്ടാൽ NDAക്കും നിതീഷ് കുമാറിനും നരേന്ദ്രമോദി സംഘത്തിനും ബീഹാറിൽ ഭരണം നഷ്ടപ്പെട്ടാൽ അത് കേന്ദ്രത്തെയും ബാധിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം പിന്നെ നിതീഷ് കുമാറിൻ്റെ പാർട്ടി എങ്ങനെയായിരിക്കും കേന്ദ്രത്തെ പിന്തുണയ്ക്കുക, അതുപോലെ മറ്റ് ഘടകകക്ഷികളെല്ലാം തലപൊക്കും. അവരുടെ ഡിമാൻഡുകൾ അവർ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ളതല്ല മോഡിക്ക് BJPക്കും. അതിൻ്റെ പ്രശ്നങ്ങൾ വളരെ വലുതായിരിക്കും മോഡി ഗവൺമെൻറ്. അപ്പോൾ മോഡിക്കും നരേന്ദ്രമോദിയുടെയും കൂടി ഉറക്കം കെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടക്കുന്നത് എന്നുള്ളതാണ്. ഇതിനിടയിലാണ് ധർമ്മേന്ദ്ര പ്രധാൻ കേരളത്തിൽ PM ശ്രീ ഒപ്പിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരള സർക്കാർ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ലെ മാർക്സിസ്റ്റ് സർക്കാരും കൂടി PM ശ്രീയിൽ ഒപ്പിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ പ്രചരണം പിന്നെ അവിടുത്തെ ധർമ്മേന്ദ്ര പ്രധാൻ, അവിടെ വിദ്യാഭ്യാസ മന്ത്രി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ബീഹാറിൽ നടത്തി. വലിയ റാലികളിലൊക്കെയാണ് പ്രസംഗിച്ചത്. പക്ഷേ അവസാനം ഇവർ പിൻവാങ്ങാൻ തീരുമാനിച്ചപ്പോൾ ഇപ്പോൾ വീണ്ടും പുതിയ പ്രസ്താവന പുള്ളി നടത്തിയിട്ടില്ല. ഇപ്പോഴും തുടരും എന്നുള്ള അതിനെ സംബന്ധിച്ച് എന്താണെന്ന് അറിയില്ല. കാരണം ഇതുവരെ കത്ത് പോയിട്ടില്ല. ഒന്ന് തണുത്തു എന്നുള്ളതല്ലാതെ ബാക്കി ഉപസമിതിയൊക്കെ വച്ചുവെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സ്ലോവിലാണ് പോകുന്നത്. അപ്പോൾ BCPയും ഇപ്പോൾ ബഹളമൊന്നും ഉണ്ടാക്കുന്നില്ല. കാരണം വലിയൊരു ഹൈപ്പും ബഹളവും ഒരു പുലിവേട്ടയൊക്കെ നടത്തി ഇനി പെട്ടെന്ന് വീണ്ടും CPMനെ പ്രകോപിപ്പിക്കേണ്ട എന്നുള്ളത് കൊണ്ട് അവരൊന്ന് തണുത്താണ് പോകുന്നത്. എന്തായാലും ഉപസമിതി വരുന്നതേ ഉള്ളൂ. അവർ മീറ്റിംഗ് കൂടിയിട്ടില്ല, കത്ത് അയച്ചിട്ടില്ല. കത്ത് ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രി കൊടുത്തു, മുഖ്യമന്ത്രി ഓഫീസിൽ ഇരിക്കുന്നതേ ഉള്ളൂ. അതിനൊന്നും ഒരു തീരുമാനമായിട്ടില്ല. പക്ഷേ ഇത് ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായിട്ടുള്ള ബന്ധം, ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ചർച്ചയ്ക്ക് വെച്ചു ബീഹാറിൽ BJP എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ തോതിലാണ് ഇപ്പോഴത്തെ സർവേകളെല്ലാം പറയുന്നത് NDA നിതീഷ് കുമാർ BJP, അതായത് നിതീഷ് കുമാർ മോഡി സഖ്യമായിരിക്കും, NDA BJP സഖ്യമായിരിക്കും. NDA എന്ന് പറയുന്നതിനകത്തുള്ള നിതീഷ് കുമാർ BJP സഖ്യമായിരിക്കും അവിടെ അധികാരത്തിൽ വരിക എന്നുള്ളതാണ് സർവേ റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടുവരുന്നത്. പക്ഷേ അത് എത്ര കണ്ട് ശരിയായിരിക്കും, ആരാണ്, എങ്ങനെയാണത് വരിക എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, ആൻറ്റി ഇൻകംബൻസ് എന്തായാലും ഉണ്ടാകുമല്ലോ. 10 വർഷം ഒരു ഗവൺമെൻറ് ഭരിക്കുമ്പോൾ സ്വാഭാവികമായ ആൻറ്റി ഇൻകംബൻസ് ഉണ്ടാവും. അത് തർക്കമില്ലാത്ത കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് തേജസ്വി യാദവിൻ്റെ ഒരു പിന്നെ ഡൈനാമിസവും ഒരു സെലിബ്രിറ്റി മോഡലുള്ള ഒരു നേതാവാണ് തേജസ്വി യാദവ്. ചെറിയ ആളല്ല. അപ്പോൾ പിന്നെ ലാലു പ്രസാദിൻ്റെ കുടുംബത്തിൽ നിന്ന് സമൂഹത്തിന് കൊടുക്കാൻ പറ്റില്ല, ബീഹാറിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു നേതാവ് തന്നെയാണ് തേജസ്വി യാദവ്. വളരെ പക്വതയുള്ള നേതാവാണ്, മുഖ്യമന്ത്രിയൊക്കെ ആകാൻ യോഗ്യനാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രിറ്റി മോഡലുള്ള നേതാവായതുകൊണ്ടുള്ള അതിൻ്റെ ഒരു ഹൈപ്പ്, പ്രത്യേകിച്ച് പുതിയ വോട്ടർമാരിൽ നിന്നും, സ്ത്രീകളിൽ നിന്നും, കുട്ടികളിൽ നിന്നും, പുതിയ യുവാക്കളിൽ നിന്നും യുവതികളിൽ നിന്നൊക്കെ കിട്ടുമോ? അങ്ങനെ കിട്ടിയാൽ ഈ ലാലു പ്രസാദ് യാദവിനെയൊക്കെ, മധ്യവയസ്കരായ ലാലു പ്രസാദ് യാദവിനെ മറന്നിട്ടും തേജസ്വി യാദവിന് വോട്ട് ചെയ്യുമോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അട്ടിമറി നടക്കാം. ഇപ്പോൾ അപ്പർ ഹാൻഡ് കിട്ടിയിരിക്കുന്നത് BJPക്കാണെങ്കിലും അല്ലെങ്കിൽ NDAക്കാണെങ്കിലും കൃത്യമായൊരു അട്ടിമറി ബീഹാറിൽ നടക്കാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ ഈ പറഞ്ഞ വിവിധ ഘടകങ്ങൾ വെച്ച് നോക്കുമ്പോൾ സാധ്യത വളരെ ഏറെയാണ്.